CPM ഏരിയ സെക്രട്ടറി, കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച എം ഭാസ്കരന്റെ 8ാം ചരമവാർഷികം CPMന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, കരിയിലക്കുളങ്ങരയിൽ പ്രകടനം, പൊതുസമ്മേളനം എന്നിവ നടന്നു. സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. CPM കായംകുളം ഏരിയ സെക്രട്ടറി, കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച എം ഭാസ്കരന്റെ 8ാം ചരമവാർഷികം CPMന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ കരിയിലക്കുളങ്ങര സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് കരിയിലക്കുളങ്ങരയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. അവിടെ അധ്യക്ഷത വഹിച്ചത് ശിവഗിരി മഠത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ട ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായി. അദ്ദേഹം നടത്തിയ പരാമർശം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ആളുകളുടെ ഉടുപ്പൂരിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. ഇത് അന്ധാചാരമാണെന്നാണ്, അനാചാരമാണെന്ന് മാത്രമല്ല, അന്ധതയോടെയുള്ള ആചാരമാണ്, കണ്ടില്ലാത്ത ആചാരമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ആ പ്രസംഗം ഇനിയും മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ആഴത്തിലാണ് ആ കാര്യം സംസാരിച്ചത്. ഇത്തരം അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, സമൂഹത്തിൽ നിലനിന്നിരുന്ന ഇത്തരം തെറ്റായ പ്രവണതകളെ എതിർത്ത് പരാജയപ്പെടുത്താൻ നേതൃത്വം നൽകിയ ത്യാഗവര്യനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം നിരാകരിച്ചതിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. സ്വയം വിമർശനപരമായി അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകുന്ന ആരാധനാലയങ്ങളിലും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ്. ചില വിമർശനങ്ങൾ ഇതിനു മുമ്പും അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരം വന്നതിന് ശേഷം, എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇടവരായ ആളുകൾ, നമ്പൂതിരിമാർ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ അന്വേഷിച്ചു പോയി എന്നാണ്. ശിവരാത്രിക്ക് SNDPയുടെ ക്ഷേത്രങ്ങളിൽ ആരും ചെന്നില്ല. അവരന്വേഷിച്ചു പോയത് തിരുമേനിമാർ, പൂണൂലിട്ട ആളുകൾ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ അന്വേഷിച്ചു പോയി. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് സംഭവിച്ച അപജയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടായ തെറ്റായ ചില പ്രവണതകളെക്കുറിച്ചാണ് അന്ന് സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചത്. ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഇത്തരം ചില തെറ്റായ പ്രവണതകൾ അത് അവസാനിപ്പിക്കണം. തുടർന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എണീറ്റ് പ്രസംഗവേദിയിൽ വന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സംസാരം തുടങ്ങി. ശിവഗിരിയുടെ മഹത്വത്തെക്കുറിച്ച്, ആ ശിവഗിരി നൽകുന്ന ഉദാത്തമായ സന്ദേശത്തെക്കുറിച്ച് ഒക്കെ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞ കാര്യം അത് വളരെ പ്രസക്തമാണ്, അത് അടിവരയിടുന്നു, എല്ലാവരും ആ കാര്യം ഗൗരവമായി പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പിണറായി വിജയൻ എന്തോ ഒരു പുതിയ കാര്യം പറഞ്ഞു എന്ന നിലയിലാണ്. അന്ധവിശ്വാസം, അനാചാരം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ എന്തോ ഒരു പുതിയ കാര്യം. ഇതൊരു പുതിയ കാര്യമല്ല, എത്രയോ കാലമായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. SNDP യോഗമാണെങ്കിൽ വളരെ പരസ്യമായി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള അതിൻ്റെ നേതൃത്വം പരസ്യമായി തന്നെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിലുള്ള ആരാധനാലയങ്ങളിൽ ഈ ഷർട്ടഴിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, കണിച്ചുകുളങ്ങര അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ അത് അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്യുകയുണ്ടായി. സംഘാടക സമിതി ചെയർമാൻ B. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ, അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P. അരവിന്ദാക്ഷൻ, P. ഗാനകുമാർ, N. ശിവദാസൻ, ഏരിയ സെക്രട്ടറി B. അബിൻഷാ, S. ഗോപിനാഥൻ പിള്ള, സംഘാടക സമിതി കൺവീനർ KB പ്രശാന്ത്, V. മുരളീധരൻ, R. രാജേഷ്, L. ഉഷ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ അനുസ്മരണ റാലിയിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.